ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ കലാശക്കൊട്ടിലേക്ക് നീങ്ങുകയാണ്. ലൈവ് അപ്ഡേറ്റുകൾ അവസാനിക്കുകയാണ്. ഹോട്ട്സ്റ്റാറിലുള്ള ലൈവ് ഇന്ന് വൈകിട്ടോടുകൂടി പൂർത്തീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഈ ചാനലിൽ ലൈവ് അപ്ഡേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവുകയില്ല. എങ്കിലും തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവസാന നിമിഷം വരെ കൂടെ നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി പറയുകയാണ്. ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ടായിരുന്നു, നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നുവെന്ന്, ഈ ശബ്ദം കേൾക്കുവാൻ വളരെ ഇഷ്ടമായിരുന്നുവെന്ന്. എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ സീസൺ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ സമ്മിശ്ര വികാരങ്ങളായിരിക്കാം പ്രേക്ഷകരായ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുക. ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കരുതി കാത്തിരുന്ന ആൾക്കാരുണ്ട്. കാരണം അത്രമാത്രം അടിയും ബഹളവും ടോക്സിസിറ്റിയും കണ്ട് മടുത്തുപോയൊരു കൂട്ടം ആൾക്കാർ. ടെലിവിഷൻ കാണുവാൻ പോലും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള റിവ്യൂകൾ മാത്രം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോന്ന ഒരു കൂട്ടം ആൾക്കാർ. അവർക്ക് തെല്ല ആശ്വാസമാണ് തീർന്നു കിട്ടിയല്ലോ എന്നുള്ളതിൽ. എന്നാൽ മറ്റു ചില ആൾക്കാർക്ക് ഒരു ശൂന്യതാബോധമുണ്ട്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വലിയൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും അടുത്തൊരു സീസൺ വരുന്ന സമയം വരെയോളം കാത്തിരിപ്പ് തുടരുകയാണ്. സീസൺ 4 അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ആവർത്തിച്ച് കേട്ടൊരു വാക്കുണ്ട്, സീസൺ 4 കഴിഞ്ഞിട്ടില്ല. സീസൺ 5 ആകുമ്പോഴും സീസൺ 4 നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മറക്കാൻ കഴിയില്ല, ഡോക്ടർ റോബിനായിരുന്നു അതിന്റെ ചാലക ശക്തിയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം അകത്തുണ്ടാക്കിയതിനേക്കാൾ വലിയ തരംഗമായിരുന്നു പുറത്ത് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സീസൺ 4 ടൈറ്റിൽ വിന്നർ അവർ അപ്രസക്തയായി മാറിയിട്ടും ഡോക്ടർ റോബിൻ തരംഗമായി തന്നെ മുൻപോട്ട് പോയി. സീസൺ 5 വരുമ്പോഴും റോബിനെ കുറിച്ചുള്ള വാർത്തകൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മാധ്യമങ്ങളിൽ. ഈ സീസണിൽ ഒരു കൂട്ടം മത്സരാർത്ഥികൾ കയ്യും മെയ്യും മറന്ന് അധ്വാനിച്ചു, വളരെ ആത്മാർത്ഥമായി പണിയെടുത്തു. അവരുടെയൊക്കെ പല സ്വഭാവങ്ങളും നമ്മൾ കണ്ടു. അവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് 5 പേർ മാത്രമാണ്. ഇന്ന് നൂറ ഫൈനൽ 5 എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷ. ഒരു വേള കപ്പടിക്കും, ഞാൻ കപ്പും കൊണ്ടേ പോകൂ എന്ന് പോലും വിളിച്ചു പറഞ്ഞ നൂറ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. അവസാന നിമിഷം വരെയും സ്വപ്നങ്ങൾ നിറഞ്ഞ ഹൃദയവുമായിട്ട് നടന്ന നൂറ ആ വീട് വിട്ടു പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഞാനിത് പ്രതീക്ഷിച്ചതായിരുന്നു എന്ന്. എന്തുകൊണ്ടാണ് നൂറ അങ്ങനെ പ്രതീക്ഷിച്ചത്? അതെ, ആ വീട്ടിലേക്ക് ചില ആൾക്കാർ വീണ്ടും മടങ്ങിയെത്തിയപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. ആ പ്രശ്നങ്ങളിൽ താനും ഒരു ഭാഗമായി മാറി. കഴിഞ്ഞ ഒരാഴ്ച വരെയോളം ടോപ്പിൽ നിന്ന നൂറ ഒറ്റ ദിവസം കൊണ്ടാണ് തകർന്നടിഞ്ഞ് താഴേക്ക് പോയത്. പക്ഷേ അത് തനിക്ക് തുറന്നു പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പുറത്തു പോയതിനു ശേഷമുള്ള ഇന്റർവ്യൂവിലും അനുമോളെ കുറിച്ചുള്ള കുറ്റമാണ് പറയുന്നത്. അനുമോൾ ഒത്തിരി കുഴപ്പക്കാരിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു വെക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത വാശി അനുമോൾക്കുണ്ട്. അനുമോൾ ഒരിക്കലും തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. ഒത്തിരി കുറ്റങ്ങൾ ചെയ്തൊരു വ്യക്തിയായിട്ടാണ് അനുമോളെ കുറിച്ച് താൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്റെ ചോദ്യം ഇതാണ്, ഇത്രയും കുറ്റവും കുറവും ഒക്കെ ഉള്ളൊരു വ്യക്തിയെ എന്തിനാണ് നിങ്ങൾ ഈ അവസാന നിമിഷം വരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നത്? പലപ്പോഴും വഴക്കും പിണക്കവും ഒക്കെ ആയിട്ട് അവരകന്നു മാറിയപ്പോഴും പിന്നെയും എന്തിനായിരുന്നു ഇത്രയും മോശക്കാരിയായ, തെറ്റൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്ന, ദുർവാശിയുള്ള, ഒത്തിരി ദുർസ്വഭാവങ്ങളുടെ ഉടമയായ ആ പെൺകുട്ടിയുടെ പിന്നാലെ നിങ്ങൾ എന്തിനാണ് പോയത്? അത്രയും കാരുണ്യം അവരോട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ സഹതാപം അനുമോൾ അർഹിക്കുന്നുണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും നൂറ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നൂറയും പടിയിറങ്ങി. വളരെ പോസിറ്റീവായിരുന്നു. നെഗറ്റീവായി അകത്തേക്ക് കയറിയ നൂറ. നെഗറ്റീവായി എന്ന് ഞാൻ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ ലെസ്ബിയൻ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ അതിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി നെഗറ്റിവിറ്റിയും പേറിക്കൊണ്ടാണ് അകത്തേക്ക് കയറിയത്. എന്നാൽ കളിച്ചു മുന്നേറുവാൻ തുടങ്ങിയപ്പോൾ ആ നെഗറ്റിവിറ്റി മാറുകയും തുടർന്ന് അവിടെ മുഴുവനും പോസിറ്റിവിറ്റി നിറയുകയും ചെയ്തു. അങ്ങനെ മുൻപോട്ട് വന്ന ആൾക്കാർ ഒറ്റയാഴ്ച കൊണ്ട് തലകുത്തി മറിഞ്ഞിരിക്കുകയാണ്. അതെ, പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി നെഗറ്റിവിറ്റിയുമായിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. ഇവളുമാരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് ലക്ഷ്മി തുറന്നടിച്ചപ്പോൾ ലക്ഷ്മിക്കെതിരെ ഈ സമൂഹം മുഴുവൻ ഇളകിയിരുന്നു. അന്ന് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമുണ്ട്. അത് ഇന്ന് ഇന്റർവ്യൂവിൽ നൂറ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതെ, ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് ലാലേട്ടൻ പറഞ്ഞു. ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പുരസ്കാരമായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചത്. അന്ന് ലക്ഷ്മി ഏറ്റ തെറിവിളി, ലക്ഷ്മിക്കുണ്ടായ സൈബർ ബുള്ളിങ്ങുകൾ, അതൊക്കെ വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ ലക്ഷ്മി 3 ദിവസം കൊണ്ട് ആ പാപക്കറകൾ മുഴുവൻ കഴുകി കളഞ്ഞുവെന്ന് മാത്രമല്ല, അവർ പോസിറ്റീവായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ലക്ഷ്മിയെക്കുറിച്ചുള്ള അവദാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വാഴ്ത്തി പാടുകയാണിപ്പോൾ. മാത്രവുമല്ല, ലക്ഷ്മി ആയിരുന്നു ശരി, ലക്ഷ്മി പറഞ്ഞ വാക്കുകളായിരുന്നു ശരി. ഇവളുമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഒന്നും പഞ്ചായത്തിൽ പോലും അടുപ്പിക്കുവാൻ പോലും പറ്റില്ല എന്നുള്ള വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴങ്ങി കേൾക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ സീസണിൽ വലിയൊരു കൂട്ടം ആൾക്കാർ നെഗറ്റീവ് ആയപ്പോൾ ചുരുക്കം ചില ആൾക്കാർ പോസിറ്റിവിറ്റിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്.
കപ്പ് ആര് തൂക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. വരുന്ന ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ എന്തൊക്കെയായിരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതെ, ചർച്ച ചെയ്യുവാൻ ഒത്തിരിയുണ്ട്. അകത്ത് നടന്ന അടിയുടെ, കൂട്ടിപ്പിടിപ്പിക്കലുകളുടെ, ഗോസിപ്പുകളുടെയൊക്കെ പരസ്യ വിചാരണ ചിലപ്പോൾ പുറത്തു നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒട്ടനവധി വീഡിയോകൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 കുറിച്ച് നമുക്ക് ചെയ്യേണ്ടതായി വരും. ഇന്ന് രാത്രി 12 മണിയോടുകൂടി വോട്ടിംഗ് അവസാനിക്കും എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ അല്പനിമിഷങ്ങൾക്ക് മുൻപ് പലയിടങ്ങളിൽ നിന്ന് പല ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വോട്ടിംഗ് നാളെയും തുടരും. നാളെ രാത്രി വരെയോളം ഈ സീസണിലെ വിജയിയെ നിർണ്ണയിക്കുവാൻ വേണ്ടിയുള്ള വോട്ടുകൾ നടന്നുകൊണ്ടേയിരിക്കുമെന്ന്. അതുകൊണ്ട് പ്രേക്ഷകർ അക്കാര്യം കൂടി ശ്രദ്ധിക്കണം. 12 മണിക്ക് ശേഷം വോട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വോട്ട് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആരെ കൊണ്ടെല്ലാം വോട്ട് ചെയ്യിക്കുവാൻ കഴിയുമോ അവരെ കൊണ്ടെല്ലാം വോട്ട് ചെയ്യിക്കണം. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ വീഡിയോകളിൽ കൂടി പല ആവർത്തി എൻ്റെ കാഴ്ചപ്പാടുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനെ അംഗീകരിക്കുന്ന ധാരാളം ജനങ്ങളുമുണ്ട്. തിരസ്കരിക്കുകയും എതിർക്കുകയും ചെയ്ത ആൾക്കാരുണ്ട്. എല്ലാവരോടും സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. ഒരു ഷോയോടുള്ള ബന്ധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എങ്കിലും ഞാൻ ഇപ്പോഴും വിളിച്ചു പറയുകയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ കപ്പുയർത്തുവാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടെങ്കിൽ അത് അനുമോൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വിലയേറിയ വോട്ട് ഈ അവസാന നിമിഷത്തിലും അനുമോൾക്ക് തന്നെ കൊടുത്ത് അനുമോൾക്ക് വൻപിച്ച ഭൂരിപക്ഷം ലഭ്യമായി അവരെ കപ്പുയർത്തി പുറത്തു വരുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം, സഹകരണം, കൈത്താങ്ങൽ, സൗഹാർദ്ദം ഇതെല്ലാം വോട്ടുകളായി അനുമോൾക്ക് നൽകണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സത്യത്തിൽ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ശബ്ദം മാത്രമായി നിങ്ങളുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ഇതാരാണ് എന്ന് കാണുവാൻ വേണ്ടി പല പ്രേക്ഷകർക്കും താല്പര്യമുണ്ടായിരുന്നു. അവർ പലരും കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് ഒരു ലൈവ് വരുവാൻ കഴിഞ്ഞു. ആ ലൈവിൽ ഒത്തിരി ആൾക്കാർ പങ്കെടുത്തു. ഏകദേശം 40,000-ന് മുകളിൽ ആൾക്കാരാണ് ആ ലൈവ് കണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ കമന്റുകൾ കൊണ്ട് കമന്റ് ബോക്സ് അങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ്. ഓരോരോ കമന്റുകൾ വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന സന്തോഷം അത് വളരെ വലുതാണ്. നിങ്ങൾ നൽകിയ സ്നേഹം, നിങ്ങൾ നൽകിയ അളവറ്റ പിന്തുണ, അതൊക്കെ വലിയ സന്തോഷമാണ്. അതിനുള്ള സ്നേഹം ഞാൻ തിരിച്ച് ഇപ്പോൾ നിങ്ങളോടും അറിയിക്കുകയാണ്. എൻ്റെ അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ള ആൾക്കാരുണ്ട്, എൻ്റെ അഭിപ്രായങ്ങളോട് യോജിപ്പുള്ള ആൾക്കാരുമുണ്ട്. പക്ഷേ എന്നെ കാണുവാനായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. ആ യോജിപ്പും വിയോജിപ്പുമുള്ള ആൾക്കാരൊക്കെ നല്ല ശബ്ദമാണ് എന്ന് പറഞ്ഞ് ഇനിയും കാണണം, ഇനിയും ഈ ശബ്ദം കേൾക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ, അതൊക്കെ കാണുമ്പോൾ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷമാണ്. സീസൺ 7 അവസാനിക്കുന്നു. ഇനി 8ാം സീസൺ ആരംഭിക്കുമ്പോൾ മാത്രമേ ഈ വീഡിയോകൾ കാണാൻ കഴിയുകയുള്ളൂ, ഈ ശബ്ദം കേൾക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ മുതൽ വീണ്ടും നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ അറിയിച്ചുകൊണ്ട് വീഡിയോകൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അവിടെയും നിങ്ങളുടെ സഹകരണവും പിന്തുണയും കൈത്താങ്ങലും ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഇപ്പോൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അവസാനമായി വീണ്ടും പറയുന്നു, നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ നാളെ വൈകിട്ട് ആരംഭിക്കുന്നു. ഗ്രാൻഡ് ഫിനാലയുടെ അവസാന നിമിഷത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ നമുക്ക് പിരിയുവാൻ കഴിയട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റുകൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.